യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പുതിയൊരു ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29-30 തിരുവചനങ്ങൾ. യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിയമമറിയാവുന്നവർ, എനിക്കെല്ലാം അറിയാം എന്ന് ഭാവിക്കുന്നവർ കർത്താവിനോട് ചോദ്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ഏതാണ് ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ കൽപ്പനയെന്ന് ചോദിക്കുമ്പോൾ, യേശുക്രിസ്തു വളരെ സൗമ്യനായിട്ട് പറയുന്ന ദൈവവചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. ഇസ്രായേലെ, നിങ്ങൾ മുഴുവനും കേൾക്കണം, ലോകം മുഴുവനും മനസ്സിലാക്കണം, നമ്മുടെ ദൈവമായ കർത്താവാണ്, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവ്. നമ്മൾ ആരെയാണോ ദൈവമേ എന്ന് വിളിക്കുന്നത്, ആ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ഇതാണ് നമ്മൾക്ക് വേണ്ട വിശ്വാസം. ഈ കർത്താവായിരിക്കണം നമ്മുടെ സർവ്വതും. ആ കർത്താവിനോട് ചോദിക്കാതെ വേറൊന്നും ചെയ്യുവാൻ പാടില്ല. അതാണ് അടുത്ത വചനത്തിൽ പറയുന്നത്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. 100% നിൻ്റെ ദൈവത്തെ നീ സ്നേഹിക്കുകയാണെങ്കിൽ, നീ ആ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ഒന്നും ഒളിക്കുകയില്ല. ആ ദൈവത്തോട് നീ എല്ലാം തുറന്നു പറയാൻ തുടങ്ങും. ആ ദൈവത്തോട് നീ എല്ലാം ചോദിക്കുവാൻ തുടങ്ങും. നീ എന്ത് ചെയ്യുന്നതിന് മുമ്പും ചോദിച്ചുകൊണ്ടേയിരിക്കുക, ചെയ്യണോ വേണ്ടയോ? ഞാനൊരു സാധാരണ മനുഷ്യനാണ് കർത്താവേ, ഇത് ചെയ്യുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ വരാമോ? എനിക്കിപ്പോൾ വന്നിരിക്കുന്ന രോഗാവസ്ഥ മാറ്റുവാൻ സഹായിക്കാമോ? എന്നെ അലട്ടുന്ന കടബാധ്യതകൾ മാറ്റുവാൻ സഹായിക്കാമോ? ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത് പൂർണ്ണ ഹൃദയത്തോട് വേണം, പൂർണ്ണമായ ആത്മാവോട് വേണം, പൂർണ്ണ മനസ്സോട് വേണം. എന്ത് കാര്യം ചെയ്യുമ്പോൾ സംതൃപ്തിയോടെ, ലവലേശം ശങ്ക കൂടാതെ, നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ, സ്നേഹത്തോടുകൂടി ആ ദൈവത്തോട് ചോദിക്കുക. ദൈവം നിനക്ക് വേണ്ടതെല്ലാം തരും. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമേ ഉള്ളൂ ഏക ദൈവം. അത് ഉറച്ചു വിശ്വസിക്കുക.
പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഏക കർത്താവും ദൈവവുമായ നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയാതെ മുറുകെ പിടിക്കുക, വിശ്വസിക്കുക, അവനെല്ലാം ചെയ്തു തരും. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.